വിനിയേഴ്സ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. ഫ്രണ്ടിൽ നിന്ന്, സൈഡിൽ നിന്ന്, ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഫോട്ടോഗ്രാഫ്സ് എടുക്കും. ഇപ്പൊ കൂടുതലായി കേൾക്കുന്ന ഒരു ടേമാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. അത് ടൈറ്റേനിയമാണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവില്ല. ഒരു ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ ആണ് ചെയ്യേണ്ടത്. ബയോ എന്ന് പറഞ്ഞാൽ നേച്ചർ, മിമെറ്റിക് എന്ന് പറഞ്ഞാൽ ലൈക്ക്. അപ്പൊ ഈ നേച്ചർ ലൈക്ക് ഫില്ലിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങള് നമ്മളെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും പല്ലിൽ ഫുഡ് കയറില്ല. അത് അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ഇയർഫോൺസ് വെച്ചിട്ട് നമ്മൾ ചവയ്ക്കുമ്പോൾ ഈ ജോയിന്റ് പോയി ഈ ഇയർഫോണിനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മേളിലത്തെ ഡിസ്കിനെ അത് പയ്യെ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. 21 days ആകുമ്പോഴത്തേക്ക് ആ ഹാബിറ്റ് സ്ലൈറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. കൊച്ചിലെ നമ്മൾ ഉറങ്ങുമ്പോൾ അമ്മമാർ പറയും വാ തുറന്ന് കിടന്ന് ഉറങ്ങരുത്. അതിന് റീസൺ ഉണ്ട്. ഷുഗർ കഴിക്കുന്നത് പല്ലിന് എത്രമാത്രം ഡാമേജ് ആണ്. ഗമ്മി സ്മൈൽ ഉള്ളവർക്ക് ഗം മോഡിഫിക്കേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. അവർക്ക് ചിലപ്പം മിനി ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ട് പല്ലു മേളിലോട്ടാക്കേണ്ടി വരും.